അരോമാറ്റിക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരു വ്യത്യസ്ത സാക്ഷ്യവും ജീവിതത്തിലെ അനുഭവങ്ങളുമായി നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് സിസ്റ്റർ കവിതയാണ്. തൻ്റെ ജീവിത അനുഭവങ്ങൾ പ്രേക്ഷകരെ ഏവരും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തൻ്റെ ജീവിതത്തിലുള്ളതായ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ കവിതയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അരോമ TV ചാനലിലൂടെ എന്റെ കർത്താവ് എന്നെ വഴി നടത്തിയതായ വലിയ വിധങ്ങളെ പ്രസ്താവിക്കുവാൻ എനിക്ക് ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിന് എന്റെ സ്നേഹവന്ദനത്തെയും എന്റെ നന്ദിയും അറിയിക്കുന്നു. എന്റെ പേര് കവിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കളത്തുകാൽ എന്ന് പറയുന്ന ദേശത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ ബാല്യകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന്റെ പേര് വിൽസൺ എന്നാണ്. എന്റെ മാതാവിന്റെ പേര് പ്രഭ എന്നാണ്. എനിക്കൊരു സഹോദരിയുണ്ട്, എനിക്കൊരു മകനുണ്ട്. എന്റെ പിതാവ് 3 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്റെ മാതാവ് 4.5 മാസം മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനും എന്റെ മകനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ കുട്ടിക്കാല അനുഭവങ്ങൾ വെക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീടിനടുത്തുള്ള ഒരു ഭവനത്തിൽ ഞാൻ കളിക്കുവാൻ പോകുമായിരുന്നു. അത് ഒരു സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാൻ ഒരു ദിവസം അവിടെ കടന്നുപോയപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ സമയമായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ എന്നെ കണ്ട ദൈവദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഈ മകളെ കർത്താവിന്റെ വേലയ്ക്ക് കർത്താവ് കണ്ടിരിക്കുന്നതാണ്, ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്, എന്റെ വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൽ അവിടെ ഉണ്ടായിരുന്ന സഭാജനങ്ങളും കർത്തൃദാസന്മാരും കൂടെ ചേർന്നിട്ട് എന്നെ മധ്യത്തിൽ നിർത്തിയിട്ട് അവരെല്ലാവരും ചേർന്ന് എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഇടയായി. അന്ന് കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ എന്തെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുകാകുന്നതിന് മുന്നമേ എന്നെ അറിഞ്ഞ എന്റെ സ്വർഗത്തിലെ ദൈവം ആ കുട്ടിക്കാലത്ത് തന്നെ എന്നെ വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി. അതിനുശേഷം ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാർക്കൊപ്പം അമ്പലത്തിൽ പോവുകയും വലിയ പൊട്ട് തൊടുകയും അമ്പലത്തില് ചന്ദനക്കുറിയൊക്കെ ഇടുകയും അങ്ങനെ വളരെ ഒരുങ്ങി അങ്ങനെ ചമഞ്ഞു നടക്കുന്ന ഒരു അനുഭവത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയത്. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിന് അടുത്തായിട്ട് ഒരു ദൈവദാസൻ വന്ന് താമസിക്കുകയുണ്ടായി. എല്ലാ വർഷവും ആ കർത്തൃദാസൻ അവിടെ കൺവെൻഷൻ വെക്കുമായിരുന്നു. ഈ കൺവെൻഷനിലെ കർത്തൃദാസൻ പറയുന്ന അന്യഭാഷ ഞാൻ അത് കാണാതെ പഠിച്ചിട്ട് എന്റെ എന്റെ ഭവനത്തില് എന്റെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവരോടൊക്കെ ഇത് പറയുകയും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആസ്വദിച്ച് ചിരിക്കുകയും പെന്തക്കോസുകാരെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെയാണ് എന്റെ ബാല്യകാലവും യൗവനകാലവും കടന്നുപോയത്. അങ്ങനെ ആയിരിക്കുന്ന ഒരു സമയത്ത് എന്റെ ഏറ്റവും മൂത്ത സഹോദരൻ എന്റെ സഹോദരനും ഭാര്യയും എന്റെ പപ്പയോട് വന്ന് പറഞ്ഞു, ഞങ്ങള് നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ തന്നെ അവർ വന്ന് പറഞ്ഞത്, നിങ്ങൾ ഇത് മാറി നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കൂട്ടായ്മയിൽ കടന്നു വരണം. കാരണം പെൺമക്കളുടെ ഭാവിയെ തകർക്കുവാൻ തക്കവണ്ണം സാത്താൻ ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാല് പെന്തക്കോസ്തുകാരോട് വളരെ ഒരു പരിഹാസ മനോഭാവമായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരും, എന്റെ മാതാപിതാക്കൾ ആരും അത് മുഖവിലേക്ക് എടുത്തില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹം നടന്നത് ശരിക്കും അതൊരു എന്റെ ബാല്യകാലത്തിൽ 18 വയസ്സായപ്പോൾ ചില ഒരു ചതി പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് എന്നെ പറ്റി അദ്ദേഹത്തെയും ചേർത്ത് അവിടെ കഥകൾ പറഞ്ഞതിന്റെ പേരിലാണ് അത് മുടങ്ങിയത്. അതുകൊണ്ട് മോളെ എനിക്ക് തന്നെ വിവാഹം കഴിക്കണം, ഇല്ലെങ്കിൽ മോൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മോള് മറ്റൊരു കുടുംബത്ത് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ആൾക്കാർ അവിടെ ചെന്ന് ഈ കഥകൾ പറയുമ്പോൾ മോളുടെ കുടുംബ ജീവിതം തകരും, ഇങ്ങനെയൊക്കെയും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഒന്നും അറിഞ്ഞൂടാത്ത പ്രായത്തിൽ പുള്ളി പറയുന്നതാണ്, അദ്ദേഹം പറയുന്നതാണ് ശരിയെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു.
അങ്ങനെ ഞാൻ ആ വിവാഹത്തിലേക്ക് കടന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ വളരെ കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി സാമ്പത്തികമൊക്കെ ലഭിക്കുമെന്നൊക്കെ ചിന്തിച്ചാണ് പുള്ളി എന്നെ കൊണ്ടുപോയത്. അത് പിന്നത്തെ ഒരു അബദ്ധമൊന്നും പുള്ളിക്ക് മനസ്സിലായി. പിന്നെ എന്നെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും 3 വർഷക്കാലം ഞാൻ അവിടെ പിടിച്ചു നിന്നു. ഈ 3 വർഷമായപ്പോൾ എനിക്കൊരു മകൻ ജനിച്ചു. എനിക്ക് എനിക്ക് എന്റെ മകൻ ജനിച്ചു. അതോടെ പിന്നെ ഞാൻ എന്റെ വീട്ടിലായി താമസം. അതിന് എന്റെ മകന് 1.25 വയസ്സായ സമയം മുതലാണ് ശരിക്കും എന്റെ യേശു കർത്താവിന്റെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു മകൻ ജനിച്ചുവെങ്കിൽ, നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, അവരെ കുറിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്റെ മകൻ ജനിച്ചത് ഒരു സെറിബ്രൽ പാൽസി എന്ന രോഗബാധിതനായിട്ടാണ് എന്റെ മകൻ ജനിച്ചത്. അവന് സാധാരണ കുട്ടികളെ പോലെ മുലപ്പാൽ വലിച്ചു കുടിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ലായിരുന്നു. കാരണം ഉള്ളിനകം പരാലിസിസ് ആയ ഒരു അവസ്ഥയായിരുന്നു. 4 മാസം മുതൽ മോന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന ഞാനൊരു നുള്ളു കൊടുക്കും, ഒരു പിച്ചു കൊടുത്തിട്ട് കുഞ്ഞ് കരയുമ്പോൾ അത് ലിക്വിഡ് പോലെ ആക്കിയിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കും. എങ്ങനെയെങ്കിലും ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അതങ്ങോട്ട് ഇറക്കും. അങ്ങനെ 4 മാസം മുതൽ 1.25 വയസ്സ് വരെ ഇങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് എന്റെ കുഞ്ഞ് കടന്നുപോയത്. വളരെ മനോഭാരവും ദുഃഖവുമായിരുന്നു. ആ സമയത്ത് വളരെയധികം ഞാൻ സ്നേഹിച്ച എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി. എന്റെ കുഞ്ഞിങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ വളരെ ഭാരത്തോടെ ഞാൻ ആയിരുന്നപ്പോൾ എന്റെ വീടിനടുത്തുള്ള ഒരു ആന്റി, അവരുടെ ചർച്ചില് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിയായിരുന്നു. ആന്റി പറഞ്ഞു, മോള് ആന്റിയുടെ കൂടെ ബാ, മോളുടെ കാര്യങ്ങളെല്ലാം കർത്താവിനാൽ അതൊരു ക്രമീകരണം കർത്താവ് തരും, മോള് ബാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ആന്റിയുടെ കൂടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയും അപ്പൊ ആദ്യത്തെ ദിവസം പോയപ്പോ എനിക്ക് ഒരു സമാധാനം അനുഭവിച്ചു. എന്നാൽ 2ാമത്തെ ദിവസവും ഞാൻ കടന്നു പോകുവാൻ ഇടയായി. കടന്നുപോയി അവിടെ എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവർ അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇവരെന്ത് ഭാഷയാണ് ഈ പറയുന്നത്, എന്താണ് ഇവർ പറയുന്നത്, ഇവര് പറയുന്നത് പോലെ എനിക്കും ഒന്ന് പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് അതൊരു വാഞ്ചയായിട്ട് എന്റെ ഹൃദയത്തിൽ വന്നു. കർത്തൃദാസൻ എന്റെ അടുക്കൽ വന്ന് എന്റെ തലയിൽ കൈ വെച്ചിട്ട് പ്രാപിച്ചോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വലിയൊരു ശക്തി എന്റെ മേൽ വന്നു. ഞാൻ വലിയ സ്പീഡിൽ ഞാൻ കൈയടിച്ചു. എന്റെ വായിൽ നിന്ന് എന്തൊക്കെയോ ഭാഷകൾ പുറത്തു വന്നു. ഞാൻ അങ്ങനെ അന്യഭാഷ അടയാളത്തോടെ, ശരിക്കും പറഞ്ഞാൽ കർത്താവ് വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് അന്ന് തന്നത്. എന്റെ കുഞ്ഞുനാളില് ഒരു കർത്തൃദാസൻ പറഞ്ഞിരുന്ന അന്യഭാഷ കാണാതെ പഠിച്ച് പറഞ്ഞ് എല്ലാവരോടും അതൊരു തമാശയായിട്ട് പറഞ്ഞിരുന്ന എന്നെ ആ ഒരു അന്യഭാഷ അടയാളത്തോടെ തന്നെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊരു വലിയൊരു സാക്ഷ്യം കർത്താവ് എനിക്ക് ആ ദിവസം എനിക്ക് തന്നു. അങ്ങനെ ആ അന്യഭാഷ അടയാളം ഞാൻ പ്രാപിച്ചപ്പോൾ എനിക്ക് വലിയൊരു ആനന്ദവും സന്തോഷവും. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സമൃദ്ധിയിൽ, എന്തൊക്കെ സന്തോഷത്തിൽ നമ്മൾ നിന്നാലും ലഭിക്കാത്ത അത്ര വലിയൊരു ആനന്ദം എന്റെ ഹൃദയത്തിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കർത്തദാസൻ പറഞ്ഞു, അത് 2007 ഞാൻ അന്യഭാഷ അടയാളത്തോടെ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. 31-ാം തീയതി സ്നാനമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്കൊരു വെള്ള ചുരിദാർ വേണം, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ സന്തോഷവും എന്റെ സമാധാനവും കണ്ടിട്ട് എന്റെ പപ്പയും അമ്മയും അതിനൊക്കെ സമ്മതിച്ചു. അവരെനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു. അങ്ങനെ ഡിസംബർ മാസം 31-ാം തീയതി എന്റെ കർത്താവിന്റെ ജലത്തിൽ എനിക്ക് സാക്ഷീകരിപ്പാൻ കർത്താവ് വലിയൊരു ഭാഗ്യം തന്നു. അതിനുശേഷം ഈ ഒരു അഭിഷേകം പ്രാപിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചതായ ആ ഒരു ആനന്ദം, അതിൽ നിന്ന് എനിക്ക് വിട്ടുമാറാൻ ഒരിക്കലും എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ ചർച്ചിലെല്ലാ ഉപവാസ പ്രാർത്ഥനകൾക്കും എല്ലാ ഞായറാഴ്ചയും ഞാൻ പങ്കെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചർച്ചിൽ ആദ്യമായി 7 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആദ്യമായി 7 ദിവസം ഞാൻ ഉപവസിച്ചു. 7 ദിവസം ഉപവസിച്ച ആ സമയത്ത് എനിക്ക് 2 രോഗസൗഖ്യം എന്റെ കർത്താവ് തന്നു. അതായത് എന്റെ ശരീരത്തിൽ എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മോന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നതായ ഒരു വൈദ്യരുണ്ടായിരുന്നു. പുള്ളി ചില ലക്ഷണങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഇത് യൂട്രസിൽ ക്യാൻസറിന്റെ ഒരു ആരംഭമാണ്, അത് മോള് വിഷമിക്കണ്ട, അത് അങ്കിൾ ഒരു ലേഹ്യം തരാം, അത് കഴിച്ചാൽ മതി, മാറുമെന്ന്. പക്ഷെ ആ പ്രായത്തില് 21-22 വയസ്സ് പ്രായമാണ്. ആ പ്രായത്തില് മരുന്നൊന്നും കഴിക്കാനുള്ള ഒരു മടിയൊക്കെ കൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. പക്ഷെ ഈ ബുദ്ധിമുട്ട് എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭാരമായി തോന്നി. പക്ഷെ കർത്തൃദാസൻ എന്റെ തലയിൽ കൈ വെച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ ശരീരത്തിൽ ക്യാൻസർ ഇട്ട് വ്യാപരിക്കുന്ന വ്യാപാരമേ വിട്ടുമാറുന്നു. അന്ന് എനിക്ക് ആ രോഗത്തിന് എനിക്ക് സൗഖ്യം ലഭിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഇന്നുവരെയും ആ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ എനിക്ക് തൈറോയിഡിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എന്റെ കർത്താവ് ഇപ്രകാരം തന്നെ ആ തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റുവാൻ ഇടയായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞ ഈ ക്രിസ്തു
ഇത് രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞ് ജനിച്ചു ഒരു മനുഷ്യരൂപമായി ജനിച്ചുവെങ്കിലും ഒരു മനുഷ്യന്റേതായ ആ ഒരു രീതികളൊന്നും മോനില്ലായിരുന്നു. ചലനങ്ങളാണ്. അവന് 2.25 വരെ അവൻ കൈകാലുകൾ അനക്കുക മാത്രമേ ചെയ്യുകയുള്ളായിരുന്നു. എന്റെ മോൻ ഒരു ചെരുപ്പിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. കാരണം കാൽപാദമൊക്കെയും നിവർന്നിരുന്നത് കാരണം ചെരുപ്പിട്ടാൽ അത് ഊരി വീണു പോകുമായിരുന്നു. അവന് കണ്ണിന് കാഴ്ച വളരെ കുറവാണ്. കാരണം നല്ല വെളുത്ത സ്ഥലത്തോട്ട് നോക്കും, നല്ല ഇരുട്ടുള്ള സ്ഥലത്തോട്ട് നോക്കും. അത്രയ്ക്ക് അവന് കാഴ്ച മങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. ബുദ്ധിയില്ലായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്റെ കുഞ്ഞിന് കർത്താവ് ബുദ്ധി കൊടുത്തു. എന്റെ കുഞ്ഞിന് ഓരോരോ മാറ്റങ്ങൾ, കുഞ്ഞിന് കാഴ്ചയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങനെ ആദ്യമായി 2008 ഞങ്ങളുടെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ കൃപയാൽ ദൈവദാസനോട് സഭയോടും കൂടെ ചേർന്ന് ഞാനും 21 ദിവസം ഉപവസിക്കുവാനിടയായി. അന്ന് 17ാമത്തെ ദിവസം 2.25 വയസ്സുള്ള എന്റെ മകൻ എല്ലാവർക്കും കൈയെടുത്ത് പ്രൈസ് ദി ലോർഡ് കൊടുത്തു. അന്നു മുതൽ എന്റെ മകൻ കയ്യിൽ പേന പിടിക്കാനും അങ്ങനെ ഓരോന്ന് ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് എനിക്ക് വലിയ അറിവൊന്നുമില്ല, എങ്കിലും ദൈവസന്നിധി ഇങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, സൃഷ്ടികർത്താവിന് സൃഷ്ടിയുടെ ഏത് കുറവും പോക്കുവാൻ കഴിവുണ്ടെന്ന് ഞാൻ അറിയുന്നു അപ്പച്ച. മരുന്നിനാലല്ല, വൈദ്യനാലല്ല, എന്റെ യഹോവയാൽ സംഭവിച്ചു എന്നൊരു സാക്ഷ്യം എന്റെ കുഞ്ഞിന്റെ മേലെ അങ്ങോട്ട് തരുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നു മുതൽ അത്ഭുതകരമാണെന്ന് പറയട്ടെ, ഞാൻ മാത്രം രക്ഷയുടെ അനുഭവത്തിലായതുകൊണ്ട് മറ്റു ലോകപരമായിട്ടുള്ള ഓരോ ട്രീറ്റ്മെന്റിനൊക്കെ എന്റെ മകനെ കൊണ്ടുപോകും. എന്നാൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മാറ്റം എന്റെ മോനിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ പക്ഷെ എനിക്ക് എന്റെ വീട്ടുകാരോട് എതിർത്തൊന്നും ചെയ്യാനും കഴിയുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്റെ മകനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 3 വയസ്സിൽ ഒരു ട്രിവാൻഡ്രം നൃത്താലയം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് എന്റെ മകന് ഫിറ്റ്സ് വരുവാനിടയായി. ഫിറ്റ്സ് വന്ന് ഞങ്ങൾ വളരെയധികം ഞങ്ങൾ ഭാരപ്പെട്ടു. ആഴ്ചയിൽ 3-4 ദിവസം ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വന്ന് ആംബുലൻസിൽ എടുത്തോണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ICUലാണ് മോനെ കൊണ്ടു കയറുന്നത്. അങ്ങനെ വളരെ 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 ഞങ്ങൾ വിഷമിച്ചു. ആ സമയം എന്റെ മകന് 5 വയസ്സ് വരെ യൂറിൻ കൺട്രോൾ ഇല്ലായിരുന്നു. അവന് യൂറിൻ പോകുന്നത് പറയാൻ അറിയില്ലായിരുന്നു. ഞങ്ങൾ സ്നഗ്ഗിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു, ഞങ്ങൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റി ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു മെഡിസിൻ തന്നു. ആ മരുന്ന് കൊടുത്ത സമയത്ത് എന്റെ മകൻ ഈ മരുന്ന് കുടിച്ചിട്ട് അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് നനയുന്നതായ അത്രയും ഭാഗം അത് ദ്രവിച്ചു പോകുവാനിടയായി. അങ്ങനെ പല ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ ദ്രവിച്ചു പോയപ്പോൾ എനിക്ക് വളരെ ഭയമായി. എന്റെ മകന്റെ ആന്തരിക അവയവങ്ങൾക്ക് എന്ത് വലിയ കേട് സംഭവിക്കുന്നെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എന്റെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ഞാൻ പറഞ്ഞു, കർത്താവെ, ഈ കുഞ്ഞിനെ കുറിച്ച് വളരെ കർത്താവെ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാണ്. ഈ മകൻ എഴുന്നേറ്റ് നടന്ന് കർത്താവിന്റെ വേല ചെയ്യുമെന്ന് അങ്ങാണല്ലോ പറഞ്ഞതപ്പാ. ദൈവമേ, ഞാൻ വിശ്വാസത്തോടെ ഈ മരുന്ന് മാറ്റുകയാണ്. എന്റെ അപ്പൻ എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മരുന്ന് മാറ്റി. പിന്നെ എന്റെ കുഞ്ഞിന് ഫിറ്റ്സ് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച എണ്ണ ഞാൻ എന്റെ കുഞ്ഞിന് ശരീരത്തിൽ ഇട്ട് കൊടുക്കും. ആ സമയത്ത് ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഈ കാണിക്കുന്ന മണ്ടത്തരമാണ്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മരുന്ന് കൊടുക്കാതിരുന്നാൽ 12 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ എന്റെ കുഞ്ഞിന് 13 വയസ്സായപ്പോൾ ഞാൻ വളരെ നല്ലൊരു സ്തോത്ര പ്രാർത്ഥന വെച്ച് എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഞങ്ങളായിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, വളരെ അങ്ങനെ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞങ്ങള് ദാസിയും ഒരിക്കല് ഞാൻ കർത്തൃദാസിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ഒരാഴ്ചയിൽ അവർ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ മകന്റെ ഈ യൂറിൻ പോകുന്ന വിഷയമായിട്ട് ഞങ്ങൾ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ അവർ ബെഡ് എടുത്ത് മാറ്റിയെന്ന് വേറൊരു ചേച്ചി എന്റെ വീട്ടിൽ വിളിച്ച് പറയുവാനിടയായി. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകരുതേ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ നിന്നയുടെ ഒരു അനുഭവമായിരുന്നു. അത് കേട്ടിട്ട് പിറ്റേ ദിവസം കർത്തൃദാസി ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇപ്രകാരം ഈ വിഷയം ഷെയർ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിരുന്നു പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കർത്തൃദാസി സിസ്റ്റർ മാഗുലിൻ ഇപ്രകാരം എന്റെ മോനോട് വന്ന് പറഞ്ഞു, മോനെ, ഇന്ന് മുതൽ മോൻ ചൂച്ചു പറയണം കേട്ടോ എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ 5 വയസ്സ് വരെ വളരെ നിന്ദിക്കപ്പെട്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്ന സ്ഥാനത്ത് ആ 5 വയസ്സ് മുതൽ അന്ന് മുതൽ എന്റെ മകൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പറയാൻ തുടങ്ങി.
അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട എന്റെ ദൈവസഭ നല്ലൊരു സഭയാണ്. എന്റെ കർത്തൃദാസൻ നല്ലൊരു കർത്തൃദാസനാണ്. നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പൊ കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അമ്മമാർക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്, അതുകൊണ്ട് എല്ലാ ദിവസവും മക്കളുടെ തലമേൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ മകന് ഒരു 1.75 രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ അവന് സംസാരിക്കയില്ല. കാരണം അവൻ ഒരു 4.5 വയസ്സ് വരെ എന്റെ മകൻ ഒരു വാക്കാണ് പറയുന്നത്, അതായത് ഒരു അക്ഷരമാണ് പറയുന്നത്. അത് കാക്കയ്ക്ക് കാ എന്ന് പറയും, അമ്മയ്ക്ക് മാ എന്ന് പറയും. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് കർത്തൃദാസൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അന്നു മുതൽ എന്റെ വീട്ടിൽ വന്ന് രാത്രിയിലാവുമ്പോ എന്റെ മകന്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിൽ ഇവനെ വളർത്തണമേ, അങ്ങ് ബുദ്ധി ഉപദേശിച്ച് ഇവനെ വളർത്തണമേ, ഇവനെ വളർത്തുവാനുള്ള ജ്ഞാനം എനിക്കില്ല അപ്പച്ച, ദൈവമേ സ്തോത്രം, അങ്ങ് ഇവനെ വഴി നടത്തണമേ, അങ്ങ് ഇവനെ വളർത്തണമേ, അങ്ങ് ബുദ്ധി ഉപദേശിക്കണമേ, എങ്ങനെയൊക്കെയും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഏകദേശം 4-4.5 വയസ്സായപ്പോ മുതൽ എന്റെ മകൻ സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴും അവൻ സ്ഫുടതയില്ല എങ്കിലും അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ ആശ്ചര്യമായിരുന്നു. കാരണം അവന്റെ പെരുമാറ്റ രീതികൾ, കാരണം കുടുംബത്തിൽ വളരെ പക്വതയുള്ള ഒരാള് പെരുമാറുന്നത് പോലെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങളെ ഇങ്ങോട്ട് അവൻ ഉപദേശിക്കുവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കും, മക്കളോട് ഇത് ആരിങ്ങനെ പറഞ്ഞു തന്നു? ഞങ്ങൾ ഇപ്പോഴും കളിയാക്കും, നീ എവിടെയോ രാത്രി ഞങ്ങൾ അറിയാതെ ട്യൂഷന് പോകുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കളിയാക്കാറുണ്ട്. കാരണം അതുപോലെ ഇങ്ങോട്ട് ഞങ്ങളെ വലിയ പക്വതയോട് അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ പറയും, അമ്മ യേശുപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നമ്മ, യേശുപ്പൻ എന്നോട് പറഞ്ഞമ്മ എന്നവൻ പറയും. അത്രയ്ക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന്, അതായത് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വന്നിട്ടും കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ ഉണ്ടായ ആ ഒരു ആനന്ദവും സന്തോഷവും, ആ ഒരു സാക്ഷ്യ ജീവിതവും കർത്താവ് എനിക്ക് തന്നു. അതാണ് എനിക്ക് ഈ അരോമ ടിവിയിലെ പ്രേക്ഷകരോട് വിളിച്ചു പറയുവാനുള്ളത്. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ എന്റെ കുടുംബ വീട്ടില് ഒരു പ്രയറൊക്കെ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ ആ സമയത്തൊക്കെ ഒത്തിരി രോഗാവസ്ഥകൾ എന്റെ ശരീരത്തെ പിടികൂടുവാനിടയായി. ഡോക്ടേഴ്സ് ഓരോ രോഗാവസ്ഥയിലും ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടു. കാരണം എനിക്ക് ഭർത്താവില്ല, എന്റെ പപ്പ എനിക്ക് ആഹാരം തരുന്നുണ്ട്, എന്റെ മോനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇനി ഓരോ ഹോസ്പിറ്റലിലും കൂടെ എന്റെ പപ്പയെ കൊണ്ട് കയറ്റി ഇങ്ങനെ കൊണ്ട് നടന്ന് എന്റെ പപ്പയെ കഷ്ടപ്പെടുത്തണമല്ലോ യേശോപ്പച്ച, അങ്ങ് എനിക്ക് സൗഖ്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു രോഗാവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞു 5 മാസത്തിനകം നിങ്ങളുടെ യൂട്രസ് സംബന്ധമായിട്ട് ഒരു വിഷയം ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ അതാണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ ജീവിക്കുന്നുള്ള ഒരു സാക്ഷ്യം ദൈവം ഈ രോഗത്തോടനുബന്ധിച്ച് എനിക്ക് തന്നു. കാരണം 7 ദിവസം ഞാൻ ഉച്ചവരെ ദൈവസേനയിൽ ഉപവസിച്ചു. ദൈവസേനയെ ഞാൻ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിച്ചു. വലിയ ഉപവാസമൊന്നും അല്ല ഞാൻ ചെയ്തത്, കാരണം ജോലിയൊക്കെ ചെയ്തിട്ട് വളരെ കുറച്ച് സമയമാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ 7-ാമത്തെ ദിവസം കർത്താവ് ആ വിഷയത്തിന്റെ മേൽ വലിയ രോഗസൗഖ്യം എനിക്ക് തന്നു. എന്റെ കർത്താവിന് ഞാൻ ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞുവെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എനിക്ക് സ്നേഹമായിരുന്നു. പിരിഞ്ഞ് നിൽക്കുന്നെങ്കിലും രാത്രിയുടെ യാമത്തിൽ ഞാൻ 1:30 മണിക്ക്, ഞാൻ 2:30 മണിക്കൊക്കെയും ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് ആദ്യം ഞാൻ ഫോൺ എടുത്ത് വെച്ച് നോക്കും, ഞാൻ ട്രൂ കോളറിൽ നോക്കും എന്റെ ഭർത്താവ്. അപ്പം അതിൽ ചിലപ്പോൾ കാണിക്കുന്നത് ഓൺ കോൾ എന്നായിരിക്കും, ചിലപ്പോ കാണിക്കുന്നത് ലാസ്റ്റ് സീൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ഭയങ്കര വിഷമം വരും, സങ്കടം, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന് അങ്ങനെ ആരും കാണാതെ കണ്ണിൽ നിന്ന് ശരിക്കും നമ്മളൊരു പൈപ്പിൽ വെള്ളം തുറന്നു വിടുന്ന പോലെയാണ് കണ്ണുനീര് വരുന്നത്. അതുപോലെ ഹൃദയം പൊട്ടിക്കരയും. അപ്പോ ഞാന് പുള്ളിയോടൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ തിരിച്ച് ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് നമ്മളെ, അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഒന്നും പറയാൻ പോകുകയില്ല. ആ സമയത്ത് ഞാൻ ആ രാത്രിയിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാനൊരു പ്രാർത്ഥനാലയത്തിൽ വിളിച്ച് ഞാൻ ഫോൺ ചെയ്തു ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയാണ്, ഇതിൽ നിന്നൊരു മാറ്റം എന്റെ ഭർത്താവിന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചത്, കർത്താവേ ഈ സിസ്റ്ററിന് പിടിച്ചു നിൽക്കുവാൻ ഒരു കൃപ ദൈവം കൊടുക്കണമേ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ ഭർത്താവിനൊരു മാറ്റം വരാനല്ല പ്രാർത്ഥിച്ചത്, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് പിന്നെയും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ വേറൊരു പ്രാർത്ഥനാലയത്തിൽ ഞാൻ രാത്രിയിൽ വിളിച്ചു. അപ്പോഴും ആ സിസ്റ്റർ എടുത്ത് ആ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഇതേ വാക്ക് തന്നെ പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് കർത്താവ് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അന്ന് മുതലപ്പോ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിന്റെ ഒരു മാറ്റമല്ല, എന്റെ കർത്താവ് ഇശായി
ശപിച്ചപ്പോൾ ദാവീദ് രാജാവ് പറഞ്ഞത്, എന്നെ ശപിക്കുവാൻ ഇവനെ ഇപ്പൊ കർത്താവാക്കിയിരിക്കുന്നു. അതുപോലെ ആണ് കർത്താവ്. എനിക്ക് മനസ്സിലായി, എന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വേദനയിലൂടെ കൊണ്ടുപോകാൻ എന്റെ കർത്താവിനെ ദൈവം ഇങ്ങനെ ആക്കിയിരിക്കുന്നു, എന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് ഹൃദയം തകർന്നുള്ള വേദന കൊണ്ട് ഞാൻ ഈ ഫോണിൽ കൈവച്ചിട്ട് ഞാൻ ഇപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ കർത്താവേ, ഈ ഹൃദയം പൊട്ടി ഞാൻ ഇന്ന് കരയുന്ന ഈ കണ്ണുനീര് കർത്താവേ, അങ്ങയുടെ കൃപ എന്നിൽ പെരുകുന്നതിന് കാരണമാക്കി മാറ്റണമേ. കർത്താവേ സ്തോത്രം, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. ഇതെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളോ ആ വ്യക്തിയുടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളോ എന്റെ ഹൃദയത്തെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണി കളയുവാൻ എന്റെ ഹൃദയത്തിന് ദൈവം ഒരു പ്രാപ്തി തന്നു. അത് മാത്രമല്ല എന്റെ കർത്താവ് എന്നോട് ചെയ്തത്, ഞാൻ അതിനുശേഷം ഞാൻ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചില കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ, വളരെ അവരുടെ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് സൗഖ്യം അയക്കുകയും അവരുടെ ഹൃദയത്തിന് സൗഖ്യം അയക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവെ, ആ വേദനയിലൂടെ കർത്താവ് എന്നെ കടത്തി വിട്ടത് സ്വർഗത്തിലെ ദൈവമേ, അതെത്ര വലിയ നന്മയ്ക്കായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് അവിടെ ഞങ്ങളുടെ കുടുംബ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ മാറേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ നിന്ന് മാറി ഞങ്ങൾ ഒരു വാടക ഭവനം, ഞങ്ങൾക്ക് ചില പ്രതികൂല അവസ്ഥകൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു വാടക ഭവനം നോക്കി. ഒരുപാട് വാടക ഭവനമൊക്കെ നോക്കിയപ്പോൾ ഞാനൊരു ഭവനം ചെന്ന് നോക്കിയപ്പോൾ നല്ല വലിയൊരു ഹാള് കണ്ടു. കർത്താവെ, എന്റെ ആഗ്രഹങ്ങൾ ഇവിടെ കുടുംബ വീട്ടിൽ ഞാൻ പ്രെയർ നടത്തുമ്പോൾ എന്റെ പപ്പയും അമ്മയും ഭയങ്കര എതിർപ്പാണ്. കാരണം അതിവൃത്തിയാല് ഇവളുടെ ജീവിതം ഇങ്ങനെ കളയുന്നു, അങ്ങനെയൊക്കെ അവർക്കൊരു ടെൻഷൻ കൊണ്ട് വളരെ എതിർപ്പായിരുന്നു. എന്നാൽ ആ വാടക ഭവനം ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വലിയ ഹാള് കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവെ, ഇവിടെ ഒരു പ്രെയർ എനിക്ക് വെക്കാമല്ലോ എന്ന് ഞാൻ സന്തോഷത്തോടെ. പക്ഷെ 6000 രൂപ വാടക. അപ്പൊ എങ്ങനെ വാടക കൊടുക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഭവനത്തിൽ പ്രെയർ തുടങ്ങിയ കർത്താവ് എനിക്ക് സാക്ഷ്യം തന്നിട്ടുണ്ട്. ഒരു 600 രൂപ കർത്താവ് എന്റെ പേഴ്സിൽ നേരിട്ട് എനിക്ക് വെച്ച് തന്ന ഒരു അനുഭവ സാക്ഷ്യം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ആ ഭവനത്തിൽ ആ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ച്, കർത്താവെ, 600 രൂപ നേരിട്ട് എന്റെ പേഴ്സിൽ വെച്ച് തന്ന എന്റെ സ്വർഗത്തിലെ ദൈവം 6000 രൂപയ്ക്ക് എനിക്ക് വിശ്വസ്തനെന്ന് ഞാൻ അറിയുന്നപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭവനത്തിൽ ഞാൻ അഡ്വാൻസ് കൊടുത്ത് ഇവിടെ താമസിക്കുവാൻ തുടങ്ങി. ആ ഭവനത്തില് താമസിച്ചപ്പോ തന്നെ കർത്താവ് എന്നോട് സംസാരിച്ചു. കെരീത്തിലെ വെള്ളം വെച്ചപ്പോൾ എലിയാവിന് സരഭാത്തിലെ വിധവയുടെ അടുക്കൽ വഴി തുറന്നതുപോലത്തെ അനുഭവത്തിലൂടെ നിന്നെ ഇവിടെ നടത്തുമെന്ന്. അതുപോലെ എന്റെ സ്വർഗത്തിലെ ദൈവം ആ ഭവനത്തിൽ എന്നെ വഴി നടത്തുവാൻ തുടങ്ങി. എന്റെ കുഞ്ഞിനെ കർത്താവ് ചില ദൈവകൃപകളായൊക്കെ നിറയ്ക്കുവാൻ തുടങ്ങി. ഒരു മോശയ്ക്ക് ഒരു അഹരോൻ എന്ന പോലെ കർത്താവ് എന്റെ മകന് വേണ്ടി ഉപയോഗിച്ചു. അവൻ പലരോടും ഫോൺ വിളിച്ച് പലർക്കും ഫോണിലൂടെ പ്രാർത്ഥിക്കുവാനും ദൈവാലോചനകൾ പറയുവാനും, ദൈവാലോചനകളൊക്കെ പറയുമ്പോൾ അവന് സ്ഫുടതയില്ലാത്തതുകൊണ്ട് എല്ലാം അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ ഞാനത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളൊരു ഭവനത്തിനകത്ത് അടയ്ക്കപ്പെട്ടാലും കർത്താവ് അത് ചെയ്യിക്കുമെന്ന് വലിയൊരു സാക്ഷ്യം ആ ഭവനത്തിൽ വെച്ച് കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആ ഭവനത്തിലായിരിക്കും തന്നെ അനേക ഹൈന്ദവ കുഞ്ഞുങ്ങളെ ഫോൺ ചെയ്യുവാനും അവരോട് സുവിശേഷം അറിയിക്കുവാനും ബൈബിൾ അയച്ചു കൊടുക്കാനും അവിടെ ആ ഭവനത്തിൽ മുറ്റത്തെ കൺവെൻഷനുകൾ ക്രമീകരിക്കുവാനും സഭ വെക്കുവാനും ഒക്കെ കർത്താവ് എന്നെ ഉപയോഗിച്ചു. എന്റെ കർത്താവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അങ്ങനെ ആ ഭവനത്തിൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആയിരുന്നപ്പോൾ തന്നെ എന്റെ പപ്പ ആ ഭവനത്തിൽ വെച്ചാണ് എന്റെ പപ്പ മാറ്റപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടി. ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു രോഗം വന്നു. എനിക്ക് ഭയങ്കര പനിയാലൊക്കെ ഞാൻ ഭാരപ്പെട്ടു. അപ്പൊ ആ ഭാരപ്പെട്ട സമയത്ത് ഞങ്ങള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ പോയി സ്കാൻ ചെയ്തപ്പോ എന്റെ ലിവറിനടുത്ത് ഒരു വലിയൊരു സിസ്റ്റ് വന്നിട്ട് അത് ഡോക്ടർ ഞാൻ ഒരു CA-99 എന്നുള്ളൊരു ടെസ്റ്റ് എന്നോട് എടുക്കാൻ പറഞ്ഞു. അത് 100-ൽ കൂടുതലാണെങ്കിൽ അത് ഇന്ന് തന്നെ വന്ന് എന്നെ കാണിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ റിസൾട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CA-99 നോക്കിയപ്പോഴത്തേക്ക് ഞാൻ 197 ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, നമുക്കത് പെട്ടെന്ന് സർജറി ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നത്തേല് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അത് ഒരു 3 മാസത്തിനകം ആ മുഴ സർജറി ചെയ്തില്ല എങ്കിൽ അത് ക്യാൻസറായി മാറുമെന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് എനിക്കൊരു ധൈര്യം വന്നു. കർത്താവ് എന്നോട് സംസാരിച്ചു, ഇത് നിന്നെ നാണം കെടുത്താനാണ്. കാരണം ശരീരത്തിൽ അനവധി രോഗാവസ്ഥകൾ വന്നതാണ്. അതെല്ലാം ഞാൻ എന്റെ കർത്താവിന്റെ കരം പിടിച്ചു കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചതാണ്. ഈ രോഗസൗഖ്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും ഞാൻ പറയും.
അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ചത്, നിന്നെ ലജ്ജിപ്പിക്കാനാണ് ഈ രോഗം വന്നത്, നിന്നെ സർജറിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ പിന്നെ ഞാൻ CA-19 നോക്കുമ്പോ 315, ഒരു മരുന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഓരോ ആഴ്ചയിലും പേടിച്ചിട്ട് ഞാൻ ഇത് പോയി നോക്കുമ്പോഴത്തേക്കും കുറഞ്ഞു 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 വന്ന് അത് ലാസ്റ്റ് 60-ലെത്തി. 37 നോർമലായിട്ട് 37 പാടുള്ളൂ, 60-ലെത്തി. പിന്നെ ഞാൻ അത് നോക്കിയിട്ടില്ല. ഇപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഇത് 2024 നടന്നൊരു സംഭവമാണ്. അപ്പോഴാണ് ഈ ഡോക്ടർ ഈ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് എനിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് സർജറിക്കായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അവിടെ നിന്ന് ഹോസ്പിറ്റൽ ഓഗസ്റ്റ് 20-ാം തീയതി എനിക്ക് സർജറി ഒക്കെയും കൺഫേം ആക്കി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഞാനിരുന്ന് 91-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ടേയിരുന്നു. എനിക്കൊരു ഭയം ഉണ്ടായില്ല. എനിക്കെന്തോ ഒരു വിശ്വാസം, എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്നെ സർജറി ചെയ്യുകയില്ല എന്ന്. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എനിക്ക് ഒരുപാട് ജീവിതാനുഭവത്തിലൂടെ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സർജറിക്ക് അവിടെ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് 18-ാം തീയതി രാത്രിയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചുമ വന്നു. ഭയങ്കര ചുമ വന്നു. 19-ാം തീയതി ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ മുന്നിൽ ചുമച്ചു. അവിടെയും ശത്രു എന്നെ കുരുക്കുവാൻ നോക്കി. കാരണം ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ചുമയുള്ള കാര്യം ഡോക്ടറോട് പറയരുത്, ഡോക്ടർ അറിയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, സർജറി കഴിഞ്ഞാൽ ഞാൻ ചുമക്കില്ലേ, പ്രശ്നമല്ലേ, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കർത്താവ് ആ കുരുക്കിനും വിട്ടുകൊടുത്തില്ല. ഡോക്ടറെ മുന്നിൽ വെച്ച് ഞാൻ ചുമക്കുകയും ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇവരെ സർജറി ചെയ്യാൻ പറ്റില്ല, ഡിസ്ചാർജ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആയി. ഞാൻ എന്റെ വീട്ടിൽ വന്നു. അങ്ങനെ അതിനുശേഷം ഒരു ഹോമിയോ മരുന്ന് കഴിക്കാം, സർജറി നിന്ന് ദൈവം പിടിവിച്ചെങ്കിലും വീട്ടുകാരൊക്കെ പറഞ്ഞ ഒരു ഹോമിയോ മരുന്ന്, ഒരു ജർമ്മൻ ഹോമിയോ നല്ലതാണ്, നോക്കാം, മുഴയൊക്കെ അരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ആ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോ എനിക്ക് എനിക്ക് ഒട്ടും നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. എന്റെ ശരീരമൊക്കെ ഭയങ്കര പെയിൻ ആയിട്ട് എനിക്ക് ഒന്നിനും വയ്യ, കുഞ്ഞിനെ പോലും നോക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് വളരെ രോഗാവസ്ഥയിലൊക്കെ ആയി. അങ്ങനെ എന്റെ മകനെ ഒരു കുറച്ച് ദിവസം അവന്റെ പിതാവിനോട് കൂടെ ഒരാഴ്ചത്തേക്ക് അവന്റെ പിതാവിനോട് കൂടെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് തിരിച്ചു വന്നതിന്റെ അന്ന് മോനൊരു പനി വന്നു. അങ്ങനെ അവന് പെട്ടെന്ന് പിറ്റേ ദിവസം വയറിന് വലിയൊരു പ്രശ്നം വന്നു, വലിയൊരു ഓപ്പറേഷൻ എടുക്കുകയും അവൻ അന്നും വെന്റിലേറ്ററിലായിരുന്നു എന്റെ മകൻ. ആ വെന്റിലേറ്ററിൽ ഡോക്ടറിന് ബ്രെയിനിന്റെ പ്രവർത്തനം ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ എന്നെ ഡോക്ടർ പേടിപ്പിച്ചു. ആ സമയത്ത് ഞാൻ എന്റെ മകൻ വെന്റിലേറ്ററിൽ 4 ദിവസമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ ആ ഹോസ്പിറ്റൽ ലിഫ്റ്റിനടുത്ത് ഞാൻ രാത്രിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ അന്യഭാഷ പറയുവാൻ ഇടയായി. അങ്ങനെ ഞാൻ അന്യഭാഷ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ധൈര്യം വന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു കർത്തൃദാസൻ, കോട്ടയത്തുള്ള ഒരു കർത്തൃദാസൻ എന്നെ വിളിച്ച് പറഞ്ഞു, സിസ്റ്ററെ, മകന്റെ അടുക്കൽ നിന്ന് ഒരു മരണദൂതൻ മാറിപ്പോകുന്നത് ഞാൻ കണ്ടു. ഈ സർജറി മകൻ ആവശ്യമാണ്, പക്ഷെ മകന്റെ അടുത്ത് നിന്ന് ഒരു മരണദൂതൻ മാറിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ ഒരു 2 ദിവസം വരെയും ഞങ്ങളോടൊന്നും ഒന്നും കണ്ണു തുറക്കാതെ വല്ലാത്തൊരു അബോധ അവസ്ഥയിൽ കിടന്ന മകൻ സർജറിക്ക് കൊണ്ടുപോകാൻ പുറത്തോട്ട് എടുത്തപ്പോ ഞാൻ ഓടി ചെന്നപ്പോഴേ നോർമലായിട്ട് എന്നെ നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായി. മോനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ മനസ്സിനൊരു ധൈര്യം തന്നു. അവിടെ വെച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പാ, എന്റെ മകനെ ജീവനോടെ കർത്താവ് തിരിച്ചു തരുമ്പോ ഞങ്ങൾ ചെന്ന് വീട്ടിൽ പോയ ഉടനെ കർത്താവെ, ഞങ്ങൾ ഒരു 3 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ആയിരിക്കാം അപ്പാ എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഭവനത്തിൽ വന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിൽ ക്രമീകരിക്കുകയും ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ തലേ ദിവസം എന്റെ ശരീരത്തിന് എന്റെ കർത്താവ് വലിയ രോഗസൗഖ്യം അയച്ചു. സ്തോത്രം. എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന ഇടത്തൊക്കെയും എന്റെ കർത്താവിന്റെ വേല ചെയ്ത് എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അന്നു മുതൽ പിന്നെ എല്ലാ മാസവും ഞങ്ങൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുകയും അനേക ജനങ്ങളെ ഞങ്ങൾ ദൈവസേനയിൽ കൂട്ടുകയും ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ആയിരുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറി, വാടക ഭവനം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി ഞങ്ങൾ മറ്റൊരു വാടക ഭവനത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ വന്നപ്പോ ഞാനും എന്റെ കുഞ്ഞും ഞങ്ങൾ തനിയാണ്, ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഞങ്ങൾ ഇന്നതുവരെയും പല ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെയും കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു അനാഥത്വം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മ പോയപ്പോ ശരിക്കും ഞങ്ങൾ അനാഥത്വം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ഒത്തിരി ദൈവസേനയിൽ കരഞ്ഞപ്പോ കർത്താവ് എന്നോട് പറഞ്ഞത്, നീ അനാഥയായി പോകണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാണ്. അന്ന് മുതൽ എനിക്കൊരു വലിയൊരു ധൈര്യമാണ് എനിക്ക്. എന്റെ പപ്പ ഇല്ലെങ്കിൽ എന്റെ പപ്പ ഉണ്ടായിരുന്നത് പോലൊരു ധൈര്യമാണ് ഈ ഭവനത്തിൽ. ഞാനും 18 വയസ്സുള്ള എന്റെ മകൻ കിടപ്പാണ്. ആ മകനെ എടുത്ത് പരിപാലിക്കുന്നതും വീട്ടുകാരി നോക്കുന്നതും എല്ലാം ഞാനാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല്
ഞങ്ങൾക്ക് പുറത്തു പോയി ഒരു പച്ചക്കറി വാങ്ങാൻ, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോലും എന്നെ കൊണ്ട് കഴിയുകയില്ല. കാരണം മകനെ ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തോട്ട് പോകാൻ പാടില്ല. എന്റെ സഹോദരന്മാരും അടുത്ത ഭവനത്തിലുള്ളവരൊക്കെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഈ അവസ്ഥയിലാണെങ്കിൽ പോലും എനിക്കും എന്റെ കുഞ്ഞിനും ഒരു ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ജീവിക്കണം. കാരണം പലപ്പോഴും ജീവിതയാത്രയിൽ തളർന്നു പോകുന്നതായ പല പല പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും എന്റെ കർത്താവ്, ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റുന്നില്ലപ്പാ, എനിക്ക് പറ്റുന്നില്ലപ്പാ എന്ന്. അപ്പോൾ എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചത്, കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ തോറ്റുപോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചു ഓടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയം വസിച്ചാൽ നീ യോർദാന്റെ വൻകാടുകളിൽ നീ എന്ത് ചെയ്യും? കർത്താവ് അങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആഹാബിന്റെ കുതിരരഥത്തിന് മുന്നമേ ഓടുന്ന ഒരു ഏലിയാവിന്റെ ശക്തി നമ്മളിൽ വേണമെങ്കിൽ ചില പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തേ പറ്റൂ. ചില പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. ഹല്ലേലൂയ. അതൊക്കെയും കർത്താവ് യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതാണെന്ന് പിന്നത്തേതിൽ ഞങ്ങൾക്കുണ്ടായ ഓരോ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഈ വാടക ഭവനമാണെങ്കിലും ആരുമില്ലാത്തൊരവസ്ഥയിലാണെങ്കിലും ഞാനും എന്റെ കുഞ്ഞുമായിരിക്കുമ്പോൾ വളരെ ധൈര്യത്തോടെ സമാധാനത്തോടെ കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞങ്ങള് ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായിരിക്കും. ഈ ദേശത്ത് അധികം ഉച്ചത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനൊന്നും കഴിയില്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി എതിർപ്പുള്ള ഒരു ദേശമാണ്, ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും വാതിലും ജനലും ഒക്കെ അടച്ചിട്ടിരുന്നാണ് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച എങ്കിലും ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഉപവാസിച്ച് ഞങ്ങൾ കർത്തൃദാസനെ വിളിച്ച് കർത്തൃദാസനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഇനിയും കർത്താവിന്റെ വേല ചെയ്യാനും അനേകരെ കർത്താവിങ്കിലേക്ക് നേടുവാനും എന്റെ കുഞ്ഞിനെ, കാരണം അവന് അത് ഒരു സെർബ്രൽ പാൽസി രോഗബാധിതനായ ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞ ബെഡില്, ഞാന് എന്റെ കുഞ്ഞിന്റെ ഓരോ അവസ്ഥയും, ഞാൻ 4.5 വയസ്സ് വരെ അവന് ആഹാരം ഞങ്ങൾ കുറുക്ക് പോലെ ആക്കി ഞങ്ങൾ മിക്സിയിൽ അരച്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ പിന്നെ എന്റെ മകന്റെ നമ്മള് ഈ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ 7-8 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മമാര് ഇപ്രകാരം ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവെ, എന്റെ കുഞ്ഞിന് ഞാൻ ഇങ്ങനെയല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്, ഞാൻ ഇപ്പോഴും ഇങ്ങനെ കൊടുക്കേണ്ടതല്ലേ? പക്ഷെ ഒന്ന് മാത്രമാണ് എന്റെ കുഞ്ഞിന് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത്, എന്റെ കർത്താവിന്റെ ദയ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് കർത്താവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചത്. അതുകൊണ്ട് മാത്രമാണ് പല അമ്മമാരും എന്നെ കാണുമ്പോൾ പറയൂ, എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ സന്തോഷിക്കുന്നത്, ഇങ്ങനെയൊക്കെയും പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന ഒരുപാട് അമ്മമാരുടെയൊക്കെ മുന്നിൽ ഒരു സാക്ഷിയാകണം എനിക്ക്. കാരണം എന്റെ ക്രിസ്തുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതൊരു സാധാരണ ഒരു കുഞ്ഞിനെ ഞാൻ അവന്റെ ദൈവഭാഗത്തേക്ക് നയിക്കുന്നതിനേക്കാളും ഒരു ബെഡില് ഒരു ബുദ്ധിയില്ലാതെ കാഴ്ചയില്ലാതെ ഒരു എന്ത് പറയുന്ന ഒരു കൈകാലുകൾ അനക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഒരു കുഞ്ഞിനെ എന്റെ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നടത്തുന്നു എന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യം എനിക്ക് വേണം. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം എന്റെ കുഞ്ഞിനെയും കൊണ്ട് വെല്ലൂര് ഞങ്ങൾ കടന്നു പോയപ്പോഴ് അവിടെ ഒത്തിരി ട്രീറ്റ്മെന്റ് എന്റെ മകനെയും കൊണ്ട് ഞങ്ങൾ പോയി. പോയ സമയത്ത് ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ട്രാജഡിയാണ്. കാരണം ബ്രെയിൻ സെല്ല് കുറച്ച് ഭാഗം ഡെഡായി പോയ ഒരു അവസ്ഥയാണ് മോന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇവനെ ഒന്ന് ചുവരിൽ പിടിച്ച് നടക്കുന്ന തരത്തിൽ, അവനൊന്ന് ടോയ്ലറ്റിൽ തനിയെ പോകണം, ഒന്ന് കൊടുക്കുന്ന ആഹാരം തനിയെ എടുത്ത് വായിൽ വെക്കണം, ഒന്ന് കഴിക്കണം, അത്രയും ഞങ്ങളൊന്ന് ആക്കിയെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. അപ്പൊ ഞാന് വളരെ ഭാരപ്പെട്ട് ദൈവമേ, കാരണം കർത്താവിന്റെ വാഗ്ദത്തമുള്ള കുഞ്ഞാണ്, ഇവൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. ഞാൻ ഹോട്ടലിൽ റൂമിൽ ചെന്ന് ഞാനൊരു TV ചാനൽ ഓൺ ചെയ്തപ്പോൾ ഒരു തമിഴ് ചാനലാണ്. ഇപ്രകാരം അതിൽ വിളിച്ചു പറയാണ്, കുളന്ത നടക്ക മാറ്റേന്ന് ഡോക്ടർ ചൊല്ലിയിരിക്ക. അത് എനിക്ക് മലയാളം ഭയങ്കര തമിഴാണ് പറയുന്നത്, പക്ഷെ മലയാളം പോലെ മനസ്സിലായി എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞു കുളന്ത നടക്കില്ല എന്ന്, പക്ഷെ യേശു പറഞ്ഞു കുഞ്ഞ് നടക്കുമെന്ന്. യേശു പറഞ്ഞ നിശ്ചയമാ കുഞ്ഞ് നടന്നിരിക്കുമെന്ന്. എനിക്ക് എന്നാ അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ കർത്താവ് അതുപോലെ അങ്ങ് സ്നേഹിക്കുന്ന ഒരു അനുഭവങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ പലപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നു. എന്റെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ വളരെ സമൃദ്ധിയായിട്ട്, ഓരോ ആൾക്കാർ ചോദിക്കും, സിസ്റ്റർ എങ്ങനെയാണ് നിങ്ങളുടെ ചെലവൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്? ഈ മകനെയും വീട്ടിലാക്കിയിട്ട് ഒരു ഉപജീവന മാർഗത്തിന് പോകുവാനോ ഒന്നിനും എന്നെ കൊണ്ട് കഴിയുന്നതല്ല. അപ്പൊ എല്ലാവരും ചോദിക്കും. പക്ഷെ എനിക്ക് ആരോടും വ്യക്തമായിട്ടൊന്നും പറയാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥയാണ്. കാരണം എനിക്ക് പോലും അതിശയമാണ്, ഓരോ മാസം ഞാൻ എങ്ങനെ വാടക കൊടുക്കുന്നത്,
ഓരോ മാസവും ഞങ്ങൾ ഉപജീവനം കഴിയുന്നത് എനിക്ക് അതിശയമായിട്ട്, അതുപോലെയാണ് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തുന്നത്. ഇപ്രകാരം ഒരു സുഖമില്ലാത്ത മകനാണെങ്കിൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും എന്റെ മകനെയും കൊണ്ട് ഞാൻ ആലയത്തിൽ പോകും. കാരണം ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ടെന്ന് എന്റെ ദൈവദാസൻ ഒരിക്കൽ വചനം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടായിരുന്നു. അന്നു മുതൽ ഞാൻ ഒരാഴ്ച പോലും, ഞായറാഴ്ച പോലും എന്റെ മകനെ ഞാൻ സഭാരാധന മുടക്കുകയില്ല. ഞാൻ എന്റെ മകനെ ഞാൻ എടുത്ത് വളരെ ഭാരപ്പെട്ട്, ഇപ്പോഴും ഓട്ടോക്കാരൊക്കെയാണ് ഡ്രൈവർമാരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അവരെ എടുത്ത് മോനെ ഞങ്ങൾ വളരെ ബന്ധപ്പെട്ടാണ് ആലയത്തിൽ കൊണ്ടുപോകുന്നത്. എങ്കിലും ഞങ്ങൾ സഭാരാധന മുടക്കുകയില്ല. കാരണം ആലയത്തിൽ ഒരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടി എന്റെ മകന് വേണം, എന്റെ മകൻ അത് അനുഭവിക്കണം. അങ്ങനെ ഞാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോയി ആലയത്തിലെ ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ കൊണ്ടുവന്ന് കിടത്തുന്നത് മോനെ. അവിടെ കൊണ്ടുവന്ന് കിടത്തുമ്പോഴും മോനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയും. ഞാൻ അവിടെ നിന്ന് മോന്റെ യൂറിൻ എടുത്ത്, അത് വളരെ നാണക്കേടാണ്, എങ്കിലും ആ നാണക്കേട് സഹിച്ച് അത് ഞാൻ കൊണ്ടുപോയി ബാത്റൂമിൽ ഒഴിച്ചിട്ട് വരും. കാരണം ഞാൻ അപ്പോഴും മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്, ഇതെന്റെ നാളത്തെ ഒരു സാക്ഷ്യമാണ്. ഇത് നാളെ എന്റെ കർത്താവിനെ മാനിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്നെ കൊണ്ടുവരാനാണ്. ഇങ്ങനെ തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ മോന്റെ അവസ്ഥയൊക്കെ മാറ്റി. ഇപ്പൊ എന്റെ മോന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ വീൽ ചെയറിലാണെങ്കിൽ എന്റെ മകനെ കൊണ്ടുപോയി വീൽ ചെയറിലാണ് ഞങ്ങൾ ഇരുത്തുന്നത്. അതുപോലെ തന്നെ എന്റെ മകനും ഞാനും ചേർന്ന് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ ഉപവസിക്കും. അത് എന്റെ മകൻ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവൻ ഈ ബലഹീന അവസ്ഥയിലാണെങ്കിൽ ഞാൻ എന്റെ കർത്താവിനെ കൂടുതൽ ആശ്രയിച്ചപ്പോൾ എന്നെ കർത്താവ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്നിലൂടെ കർത്താവ് എന്റെ കുഞ്ഞിനെയും കർത്താവ് പഠിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഒത്തിരി അമ്മമാരോട് എനിക്ക് വിളിച്ചു പറയാനുള്ള സാക്ഷ്യമാണ് ഇത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ മക്കളിലും കർത്താവ് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ഇടയാം. കാരണം ഞാൻ രാത്രിയുടെ യാമങ്ങളിലൊക്കെയും എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. എന്റെ കുഞ്ഞും അതുപോലെ രാത്രിയുടെ യാമത്തിലൊക്കെയും അവൻ കിടപ്പാണെങ്കിൽ പോലും കിടന്നുകൊണ്ട് അവൻ എഴുന്നേറ്റവും പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എന്റെ കർത്താവിനോട് ചോദിക്കും. അതുപോലെ എന്റെ കുഞ്ഞും അതാണ്, അവൻ എന്താവശ്യമുണ്ടെങ്കിലും എന്റെ കർത്താവിനോട് ചോദിക്കും. അവനൊരു വയ്യായിക വന്നാലും യേശുപ്പച്ച എനിക്ക് വയ്യ, യേശുപ്പച്ച എനിക്ക് വയ്യ. അവൻ ഇങ്ങനെ ഒരു അമ്മയോടൊരു അപ്പനോടൊരു മകൻ പറയുന്നതിലുപരി അവന്റെ യേശുപ്പച്ചനോടാണ് പറയുന്നത്. ഇതൊക്കെ ഈ കർത്താവ്, അത് ഞാൻ ചെയ്യുന്നത് കണ്ട് എന്റെ കുഞ്ഞ് പഠിച്ചതാണ്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ തലമുറകള് അത് കണ്ട് കർത്താവ് അങ്ങനെ തന്നെ അവരോടും കർത്താവ് അവർക്ക് ആ കൃപ അവരുടെ മേലും പകർന്നു കൊടുക്കും. അത് മാത്രമല്ല, എന്റെ മകന് ഫിസിയോതെറാപ്പി ചെയ്യുവാനുള്ള സാമ്പത്തിക നന്മയൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ എങ്കിലും ഞാൻ തളർന്നു പോകുന്നില്ല. കാരണം എന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്തത് എന്റെ ദൈവമാണ്. എന്റെ ദൈവം അവനെ എഴുന്നേൽപ്പിച്ച് നടത്തി ലോക രാജ്യങ്ങളിലും തെരുവുകളിലും അവനെ കർത്താവിന്റെ സാക്ഷിയായി നിർത്തുമെന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, വളരെ ഷുഗറിന്റെ ബുദ്ധിമുട്ടിനാൽ ഞാൻ ഭാരപ്പെട്ടു. വളരെ ഷുഗർ ഹൈ ആയിട്ട് എന്റെ കാഴ്ചയ്ക്ക് മങ്ങലൊക്കെയും വന്നു. എന്റെ ശരീരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെയും വന്നു. എന്നാൽ ഞാൻ ആ ഷുഗറിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻസുലിൻ എടുത്തപ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് വന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയോട് ആ ഇൻസുലിൻ ഞാൻ മാറ്റുവാൻ ഇടയായി. പിന്നെ എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഏതൊക്കെ രോഗാവസ്ഥകൾ വന്നാലും കർത്താവ് മറ്റു ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ എന്നെ അനുവദിക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലാകുന്നത്, കർത്താവ് ഓരോരുത്തരെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഓരോ വിധത്തിലാണ്. അനേകരോട് ഈ രോഗസൗഖ്യങ്ങളെ പറഞ്ഞ് ബലപ്പെടുത്തുവാനും ഞാൻ അനുഭവിച്ച വേദനയിൽ നിന്ന് അനേകരുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുവാനും ആണ് കർത്താവ് എന്നെ വിളിച്ചതെന്ന് ഓരോരോ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഈ കർത്താവ് ഞങ്ങളെ എന്നുമെന്നും നടത്തുവാനും, അത് മാത്രമല്ല, എന്റെ മകൻ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുമ്പോൾ അവൻ സന്ധ്യാപ്രാർത്ഥന നടത്തും. അവന് സമയം നോക്കാനൊന്നും അറിയില്ല. ആരും അവന് പറഞ്ഞു കൊടുക്കണ്ട, എന്നോട് ചോദിക്കത്തൊന്നുമില്ല. കറക്റ്റ് 6 മണിയാവുമ്പോ അവൻ അറിയാം. അവൻ അപ്പോഴ് തന്നെ ആ പ്രാർത്ഥന തുടങ്ങും. കാരണം രാത്രിയുടെ 1-ാം യാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഒരറിവ് അവന് പകർന്നു കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചു. അന്നു മുതൽ അവനക്ക് വളരെ കുഞ്ഞായിരിക്കും മുതൽ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. 6 മണിയാകുമ്പോൾ അവൻ അറിയാവുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്തും അവരുടെ ശുശ്രൂഷകളെ ഓർത്തും എന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു 6:30 മണി കഴിയുമ്പോൾ ഞാനും ചെന്ന് ഞങ്ങൾ പിന്നെ കുടുംബ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ അവർ ഞങ്ങൾ അയ്യോ പാവം എന്ന് പറഞ്ഞ് ഞങ്ങളെ സഹതപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആയിരിക്കുന്നത്.
എന്റെ അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം കർത്താവാണ് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ സംരക്ഷണം ഇപ്പൊ ഞങ്ങളുടെ കർത്താവിലാണ്. കാരണം എന്റെ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയെങ്കിലും ഞാൻ എന്റെ ഭർത്താവിനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ഭർത്താവ് എന്ത് ഉപദ്രവം ചെയ്താലും ഞാൻ ഒരു നിയമ നടപടികൾക്ക് ഞാൻ പോകില്ല. പലരും എന്നോട് പറയും നിയമ നടപടികൾ ചെയ്യണം. പലപ്പോഴും ഞാൻ കമ്മീഷണർക്കൊക്കെ ഞാൻ കംപ്ലൈന്റ് എഴുതും. ഞാൻ എഴുതിയിട്ട് ഞാൻ മാറ്റി വെക്കും. കാരണം പിന്നെ ഞാൻ യേശുപ്പന്റെ കരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഇതിലൊരു സ്വസ്ഥത എന്റെ യേശുപ്പച്ചൻ തരണം. അല്ലാത്ത വന്ന ഉപദ്രവവും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്റെ അമ്മ മരിച്ചു 4.5 മാസമായി. ഈ ഭവനത്തിൽ വന്ന് ഒരു പ്രാവശ്യം പുള്ളി പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ട് പുള്ളി തന്നെ കൊണ്ടുപോയി വനിതാ സെല്ലിൽ കേസ് കൊടുത്തു. വനിതാ സെല്ലിൽ നിന്ന് അപ്പൊ എനിക്ക് എന്റെ മകനെയും കൊണ്ട് അങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ CA ഇവിടെ നേരിട്ട് വന്ന് അന്വേഷിച്ചപ്പോ പുള്ളി കൊടുത്തത് വ്യാജ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയൊക്കെയും മാഡം മനസ്സിലാക്കിയിട്ട് മാഡത്തിന്റെ നമ്പറും തന്ന് ഇനി ആ പുള്ളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചിന്തിച്ചത് എനിക്ക് മനസ്സിലായത് ആ പുള്ളി ശത്രുവിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കർത്താവ് സംരക്ഷണം ഒരുക്കി. അന്ന് മുതൽ പിന്നെ മോന്റെ അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പുള്ളിക്ക് തന്നെ പേടിയായി ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാൽ പുള്ളിയെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഓരോ അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ കരം പിടിച്ച് കർത്താവിന്റെ മാറോട് ചേർന്ന് നിന്നാൽ ഈ ലോകത്തിന് നല്ല ഒരു നിയമത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ പോലും നമുക്ക് ദൈവത്തിന്റെ മക്കൾക്കെതിരെ നിൽക്കാൻ കഴിയുകയില്ല എന്ന് വലിയ അത്ഭുത സാക്ഷ്യമാണ് കർത്താവ് എനിക്കും എന്റെ കുഞ്ഞിനും നൽകിയിരിക്കുന്നത്. ഈ സർവശക്തനായ ദൈവം ഇനിയും ഞങ്ങളെ വലിയ വലിയ സാക്ഷ്യ ജീവിതത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരെ കൗൺസിലിംഗ് ചെയ്യുവാനും, അനേകം കുട്ടികളൊക്കെയും എന്നെ ഫോൺ ചെയ്യുകയും ഞാൻ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അതിശയമാണ്. കാരണം എന്നെക്കാളും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടറേറ്റ് എടുത്ത കുട്ടികളൊക്കെ അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ചേച്ചി അരമണിക്കൂർ ചേച്ചി സംസാരിച്ചതേ ഉള്ളൂ ചേച്ചി, കാട് വെട്ടിത്തെളിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം കിട്ടിയ ചേച്ചിയൊക്കെ പറയുമ്പോൾ ദൈവമേ, ഒന്നുമല്ലാത്ത ഞാൻ വിദ്യാഭ്യാസത്തിലൊന്നുമല്ല, ബുദ്ധിയിലൊന്നുമല്ല, കഴിവിലൊന്നുമല്ല, അങ്ങനെ ആയിരിക്കുന്ന എന്നെ ഇത് കർത്താവാണ്. അത് എന്റെ മേന്മയോ. കാരണം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ബിഗ് സീറോയാണ്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ബിഗ് സീറോ ആയിട്ട് എന്റെ കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കർത്താവ് ഞങ്ങളെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ ആരെങ്കിലും വേണം എന്റെ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ അനുഭവിച്ച വേദനകളൊന്നും എനിക്ക് പരസ്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ല. ഏതെങ്കിലും കുടുംബജീവിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹൃദയം തകർന്നിരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആർക്കെങ്കിലും ഞങ്ങളെ കൊണ്ട് ഒരു ഉപകാരമാകുമെങ്കിൽ, കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ജീവിതയാത്രയിൽ ഇനിയും വളരെ വളരെ വലിയ സാക്ഷ്യത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്രകാരം അവസരമൊരുക്കിയ പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പാസ്റ്ററിന് പിന്നെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞാൻ എന്റെ നന്ദിയും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. കവിത സിസ്റ്ററിന് ഇത്രത്തോളം സമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളുടെ നടുവിലും മാറായെ മധുരമാക്കുന്ന നമ്മുടെ കർത്താവ് ഒരുക്കിയ മാധുര്യമേറിയ അനുഭവങ്ങളുടെ ഓർമ്മകൾ ഈ സമയത്ത് പങ്കുവച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. മാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, പിതാവ് മാറ്റപ്പെട്ടു, മറ്റ് സഹോദരങ്ങൾ ആരും തന്നെ ഇല്ല. ജീവിതത്തിൽ കൈത്താങ്ങായി കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ, ഉടമ്പടി ചെയ്ത ജീവിത പങ്കാളി, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞ് സെർബൽ പാൾസി എന്ന രോഗബാധിതനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയി. ജീവനോപാധികൾ ഒന്നുമില്ല, കയറിക്കിടക്കാൻ ഇടമില്ല. എല്ലാ നിലയിലും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലും വാടകയ്ക്ക് താമസിക്കുമ്പോഴും ഉള്ള പരിമിതമായ സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങൾ കണ്ടെത്തുന്നു. കർത്താവിനെ സാക്ഷീകരിക്കുവാൻ അവസരങ്ങൾ കണ്ടെത്തുന്നു. അനേകരോട് യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ
ലഭിച്ച കുഞ്ഞ് ഏറെ വൈകല്യങ്ങൾ ഉള്ളവനായിട്ടാണ് ജനിച്ചെങ്കിൽ പോലും ഇന്നും അവന് കൊടുക്കേണ്ടുന്ന സ്നേഹവും വാത്സല്യവും കൊടുക്കുവാൻ ജീവിതത്തിലെ മറ്റൊരു വഴിയും തേടിപ്പോകാതെ ആ പൈതലിനെ സംരക്ഷിക്കുവാൻ ഉള്ള ആ ഒരു സമർപ്പണത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കവിതാ സിസ്റ്ററിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും പല രോഗത്തിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യം ലഭിച്ച അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. നെറ്റ്വർക്കിൻ്റെതായ ഇഷ്യൂ ഉണ്ടായിട്ട് പോലും ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ പ്രിയ സിസ്റ്ററിനെ കർത്താവ് ബലപ്പെടുത്തി. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരും. പ്രിയ സിസ്റ്ററിൻ്റെ വാക്കുകളെ, സിസ്റ്ററിൻ്റെ ജീവിതത്തെ ദൈവം ഉപയുക്തമാക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് സിസ്റ്ററിൻ്റെ വാക്കുകൾ, ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഉൾക്കരുത്തും ധൈര്യവും കർത്താവിലുള്ള ആശ്രയവും പുതുക്കുവാൻ മുഖാന്തരമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആകട്ടെ, കവിതാ സിസ്റ്റർ ഈ സമയത്ത് മോനെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? മോനെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുവാൻ കഴിയുമെങ്കിൽ ഇത് നന്നായിരിക്കും. പ്രൈസ് ലോർഡ് മോനെ. മോന്റെ പേരെന്തുവാ? രഹൻലാൽ. ഈ മകൻ ഒരു പാട്ട് എഴുതി, അത് പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലില് ഉണ്ട്. യേശു മാത്രം മതി എനിക്ക്, ഈ മണ്ണാകും ശരീരം വിട്ട് ഞാൻ പോയാൽ എന്നെയും ചേർക്കുന്ന യേശു ഉണ്ട്. ഓക്കെ, ഒരു പാട്ട് പാടാമോ? മോൻ എഴുതിയ പാട്ടാ വാസ്റ്റർ. മോൻ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ എഴുതി. മോന് 2 വർഷം മുന്നേ മോന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ജ്ഞാനപ്പെട്ടു, അഭിഷേകം പ്രാർത്ഥിച്ചു. ആകട്ടെ സിസ്റ്ററെ, മോനെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ആ മോനെ കർത്താവ് സൗഖ്യം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. മോനെ വേണ്ടുന്നതായ എല്ലാ സംരക്ഷണയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് സിസ്റ്ററിനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അരോമാറ്റിയുടെ പ്രേക്ഷകർ കവിതാ സിസ്റ്ററിന് വേണ്ടിയും മോന് വേണ്ടി പ്രാർത്ഥിക്കും. ഒക്കെ ഈ സമയം പ്രേക്ഷകർ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കവിതാ സിസ്റ്റർ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കും. പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ, ഞങ്ങളുടെയും ദൈവമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ നല്ല കർത്താവേ, അപ്പച്ചാ യേശുവേ, എന്റെ വാക്കുകളെ കേട്ടതായ ദൈവമേ, സാക്ഷ്യവാചകങ്ങളെ കേട്ടതായ ദൈവമേ, ഈ അരോമ ടിവിയുടെ എല്ലാ ദൈവമേ പ്രേക്ഷകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ കർത്താവേ, അടിയന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ ദൈവമേ അനേക ഹൃദയങ്ങളെ അത് ഉറപ്പിക്കുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളും കർത്താവേ, അവരുടെയൊക്കെ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ആ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി പ്രവർത്തിച്ച് ഹല്ലേലൂയാപ്പാ അങ്ങയുടെ മറുപടികളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഇപ്രകാരം അനേകം ദൈവമേ ജനങ്ങൾക്ക്, അനേകം അങ്ങയുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന പ്രിയ കർത്തൃദാസനെ, ഫാമിലിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, ഇതിൻ്റെതായ സകല പ്രവർത്തനങ്ങളെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാവരെയും എന്റെ കർത്താവ് ദൈവമേ ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവേ. അപ്പൊ ആ സകലവും പൊന്നുകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കവിതാ സിസ്റ്റർ. ഇത്രത്തോളം സമയം ജീവിതത്തിലെ അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ചും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ പ്രശ്നമെടുപ്പ് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് സിസ്റ്ററിനോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യ ആരോഗ്യ ദീർഘായുസ്സും തരട്ടെ. മോനെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ച് തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം, ജീവിതാനുഭവം പ്രിയ കവിത സിസ്റ്റർ പറഞ്ഞത് എത്രത്തോളം
നിങ്ങളെ സ്വാധീനിച്ചു എന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതിന് ശേഷം ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രിയ സഹോദരി തനിച്ച് പാർക്കുന്നു. 18 വയസ്സുള്ള സെറിബ്രൽ പാൾസി എന്ന രോഗത്താൽ ബാധിതനായ ആ ഒരു കുഞ്ഞുമായിട്ട് അവിടെ വാടക വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ഭർത്താവോ ആരുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ വാത്സല്യ സഹോദരിയെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രാത്രി 9 മണി മുതൽ പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനസിദ്ധയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സാക്ഷ്യം നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com